പാസ്റ്ററുടെ മക്കളായ കിന്നാരത്തുമ്പികളുടെ സല്ലാപം. കാമുകന്മാർ ഉണ്ടാക്കിയ മക്കളെ ഭർത്താവിൻ്റെ ചെലവിൽ വളർത്തിയ പാസ്റ്ററുടെ മകൾ എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു. നല്ല ദൈവദാസന്മാരുടെയും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെയും വില കളയുവാൻ കൂടുപോലെ പൊട്ടിമുളയ്ക്കുന്ന തട്ടിക്കൂട്ട് ന്യൂജൻ പ്രാർത്ഥനാ കൂട്ടങ്ങളുടെ മറവിൽ നടക്കുന്ന ലൈംഗിക സാമ്പത്തിക ചൂഷണങ്ങൾ വിശ്വാസികളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ITV ന്യൂസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു വാർത്ത നൽകിയത്. കാനഡയിൽ ടൊറോണ്ടോ ഒണ്ടേറിയോയിൽ ഹെബ്രോൻ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന തട്ടിക്കൂട്ട് സഭ നടത്തുന്ന, ഇപ്പോൾ ഈസ്റ്റ് കാലിഡനിൽ താമസിക്കുന്ന നാട്ടിൽ പത്തനംതിട്ട ജില്ലയിലെ കുഴിക്കാല സ്വദേശിയായ പാസ്റ്റർ സാമുവൽ മുക്കോട്ടിൽ ഉമ്മൻ്റെയും ഭാര്യ പുന്നക്കാട് മലയിൽ ലിസിയുടെ മകൾ നിസി ഉമ്മൻ, കാമുകന്മാരായ സാം മമ്പാത്ത തോമസ്, പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയും IPCയിലെ പാസ്റ്റർ ജോർജിൻ്റെ മകനും കാനഡ ടൊറോണ്ടോയിൽ ലേ കൊച്ചി എന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്ന നോബി ഫിലിപ്പ് എന്നിവരിൽ നിന്ന് ഗർഭം ധരിച്ച് പ്രസവിക്കുകയും കുട്ടികളെ ഭർത്താവായ ഹൂസ്റ്റൺ സ്വദേശിയെ കൊണ്ട് വളർത്തുകയും അത് DNA ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയ ഭർത്താവ് വിവാഹമോചനം നേടി എന്ന വാർത്തയുമാണ് ഞങ്ങൾ നൽകിയത്. ഭർത്താവ് നടത്തിയ DNA ടെസ്റ്റുകൾ ഇത് സ്ഥിരീകരിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യുവാവ് ഡൈവേഴ്സ് നേടുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം നിസിയെ സ്വന്തമാക്കുവാൻ നോബി ഫിലിപ്പ് നിസിയുടെ ഭർത്താവിനും അദ്ദേഹത്തിൻ്റെ പിതാവിനും അയച്ച തെളിവുകളും ഫോട്ടോകളും അവരുടെ സ്വകാര്യ നിമിഷത്തിൽ റെക്കോർഡ് ചെയ്ത തെളിവുകളുമാണ്. അതിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടാമത്തെ കുട്ടിയുടെ പിതാവ് നോബിയാണെന്ന്. ഇപ്പോൾ നോബി ഫിലിപ്പ് പറയുന്നത് ITV ന്യൂസ് നൽകിയ ആ ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെ അല്ല എന്നാണ്. അതുപോലെ പല പാസ്റ്റർമാരും ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ITV ന്യൂസ് നൽകിയത് വ്യാജ വാർത്ത ആണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് നോബി ഫിലിപ്പ് തന്നെ നിസിയുടെ ഭർത്താവിനും പിതാവിനും അയച്ച, നോബി തന്നെ പുറത്തുവിട്ട ആ സുപ്രധാന തെളിവിൻ്റെ പൂർണ്ണരൂപം ഞങ്ങളിതാ പുറത്തുവിടുന്നു. ഞങ്ങൾ നൽകിയത് വ്യാജ വാർത്തയാണ് എന്ന് നോബി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് പുറത്തുവിടുവാൻ നിർബന്ധിതരായത്. ഞങ്ങൾ നൽകിയത് വ്യാജ വാർത്തയാണെന്ന് നോബിക്ക് ഇനിയും തോന്നുന്നുവെങ്കിൽ അടുത്ത തെളിവുകൾ ഞങ്ങൾ നൽകാം. നോബിക്ക് അത് താങ്ങുവാൻ ശേഷിയുണ്ടെങ്കിൽ. ഇനി നോബി പുറത്തുവിട്ട നോബിയുടെയും നിസിയുടെയും സംഭാഷണങ്ങൾ. ഞാനാ നിൽക്കുന്നത്. നീ ഇവിടെ നിൽക്കും. നീ കൊച്ചിനെ ഉണ്ടാക്കാനായിട്ട്, നോബി കൊച്ചിനെ ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തര് എന്നിട്ട് അവിടെ പോയി എന്താ പറയാ, എന്തോ വലിയ എന്തോ ഇപ്പൊ ഹോർമോൺ ചേഞ്ചസ് ആണെന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിച്ചു. കല്യാണത്തിന് പോയത് ഹോർമോൺ ചേഞ്ചസ്, അത് വിശ്വസിച്ചു. ഇന്ന ചാച്ച ഐ വാണ്ട് ടു സീ യു എന്ന് പറയുമ്പോ അവൻ ഇങ്ങോട്ട് ഓടി വന്നു. ഇപ്പൊ അങ്ങോട്ട് ഇപ്പം കൊച്ചിന്റെ വളർത്തു എന്താ സ്റ്റെപ്പ് ഡാഡ് ഇപ്പൊ അവൻ. ഇപ്പൊ അവൻ വലിയ വർത്താനം പറയുന്നു. ഇല്ല, നിന്റെ അപ്പനും അമ്മയും വിടത്തില്ല. കണ്ടറിയാം നിന്റെ അപ്പനും അമ്മയും വിടുവോന്ന്. അതെ, ജീവിക്കാണെങ്കിൽ മനുഷ്യരെ പോലെ നേരും നിറയായിട്ട് ജീവിക്കുക. അല്ലാതെ ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുന്നത്. എനിക്ക് ആരെയും കൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല. ഞാൻ വിളിച്ചപ്പം നിങ്ങളുടെ കണ്ണ് മൊത്തം ഡോറയിലോട്ടായിരുന്നു. ഞാൻ കൊച്ചിനെ കൊണ്ട് വിളിച്ചപ്പം ഇതാ നോക്കുന്നേ, ഡോറയിലോട്ട്. എനിക്ക് ജീവനോടെ രണ്ട് പിള്ളേർ ഇരിക്കുമ്പോ എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. എന്നാ പിന്നെ ഭാവിയായിട്ട് അങ്ങോട്ട് വാ. ചുമ്മാ വർത്താനം പറയുന്നു, റൗഡികൾ കിടന്നു. ഇതുവരെ ഭാര്യ ഒരു വ്യക്തി എന്റെ ഭാര്യക്ക് അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വരുന്നില്ല. അവള് കൊച്ചുങ്ങളെ ഉണ്ടാക്കി ഇട്ടേച്ചു. അവള് വേറെ എന്താ പറയാ, എന്റെ അപ്പനും അമ്മയും കൂടെ പോകുന്നേ. നിന്റെ അപ്പന്റെ അമ്മയുടെ കൂടെ പോവും. ഈ പൊക്കോ, അപ്പന്റെ അമ്മയുടെ കൂടെ ആണെങ്കിൽ നീ എന്നോട് പറയണം. ഞാനും നീ എന്തോ പറഞ്ഞേ, നീ എന്നോട് എന്തോ പറഞ്ഞേ. ഞാനും അപ്പനും അമ്മയുടെയും കൂടെ ഓക്കെ. CN തോമസ് കാണണം. CN തോമസ് തോമസ് ട്രെയിൻ കാണണമെങ്കിൽ അവനെ കൊണ്ട് പറയണായിരുന്നു എനിക്ക് കുഞ്ഞിനെ വേണം, എനിക്ക് ഉണ്ടാക്കി തരാനായിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞോ ഇല്ലയോ? നിങ്ങളോട് അത് കൂടി പറ. ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ജൂലൈ ഞാൻ പറഞ്ഞു, ജൂണിൽ പറഞ്ഞു, മെയ് പറഞ്ഞു. ചെയ്തില്ല. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ബോധിപ്പിക്കാൻ എനിക്ക് എങ്ങനെയാ വരുന്നേ? ഏതായാലും നല്ലതായല്ലോ, ഏതായാലും കേട്ടത്. നിനക്ക് ഇങ്ങനത്തെ ഒക്കെ പേഴ്സണാലിറ്റി ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് പോയി കയറി പിടിക്കും. അവിടെ പാവം ഇവിടെ കിടന്നുകൊണ്ട് വെള്ളം നനച്ച് അങ്ങ് വളം വെച്ചു കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി പറിക്കുന്നതല്ലേ ഇവിടുന്ന്. നടക്കത്തില്ല നോബി, ഇത് നടക്കത്തില്ല. നടക്കണ്ട, അത് തന്നെയാ നല്ലത്.
നിങ്ങളായി നിന്റെ അപ്പുറത്തെ ചെയ്യുമെന്ന് എനിക്കറിയാം. ആയിക്കോ. നിങ്ങൾ ചെയ്തിട്ടുള്ളതാ. എനിക്ക് മാത്രം ഒന്നും നടക്കത്തില്ല. എന്നെ മാത്രം വരച്ച് എനിക്ക് ഒരു നിന്നെ വരച്ച് സർക്കിളിനകത്ത് നിൽക്കാനായിട്ട് ഞാൻ സർക്കിളിൽ കിടന്നു. ഇനി കിടക്കത്തില്ല. നിന്നെ സർക്കിളിൽ കടന്നു. ഞാൻ അനുഭവിച്ചു. നീ അനുഭവിച്ചു. നിനക്ക് പൈസ ഇല്ലാത്തതിന്റെ വില നീ മനസ്സിലാക്കിയല്ലോ, ഞാനും മനസ്സിലാക്കി. അതുകൊണ്ടല്ലേ നീ പറഞ്ഞു ഇനി അങ്ങോട്ട് പോവാ, ഇനി ഞാൻ അങ്ങോട്ട് പോവാ. ഇവിടെ പണമില്ല. ഇപ്പൊ അപ്പ എന്തുവാ ഉള്ള പണം എല്ലാം കൂടെ മറ്റുള്ളവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പോവാ. പൊക്കോ. എന്റെ കട ഞാൻ രണ്ടും വിറ്റേച്ചുണ്ടല്ലോ. ഞാൻ കാൽഗറിക്കോ ഞാൻ എന്തേലും ഞാൻ ചെയ്യും. കാര്യം നിനക്ക് ബുദ്ധി ഇല്ലാതെ ഞാൻ ചെയ്യത്തില്ല. കൊച്ചിന്റെ പേര് കുറച്ച് പൈസ നിനക്ക് ഞാൻ കുഞ്ഞു കളിക്കാനും തരത്തില്ല. കൊച്ചിന്റെ പേര് ഞാൻ എന്തെങ്കിലും ഇടും. എന്നിട്ട് ഞാൻ പബ്ലിക്ക് പറയും ഇത് ഇങ്ങനെയാണ് എന്നെ പറ്റിച്ചത്. എന്നെ പറ്റിച്ച് ഭർത്താവിന്റെയും കൂടെ കയറി പിടിച്ചു. എന്റെ കഴിവുകേട് തന്നെയാ. അതന്നെയാ എനിക്കുള്ള പ്രശ്നം. അത് തന്നെയാ. നിന്റെ കഴിവുകേടാണ് നീ മറ്റുള്ളവരുടെ കൂടെ പോയത്. ആയിരിക്കും. വൃത്തിയോട് പറയുന്നു എന്നോട്. 3 മാസം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഒരു കുഴപ്പമില്ല. എന്റെ നിസി നീ എത്ര നാൾ ഇങ്ങനെ അഭിനയിച്ചു പോകുമെന്ന് എനിക്കൊന്ന് കാണണം. നിന്നെ ദൈവം എന്നുണ്ടല്ലോ, ഒരു ജീവനോടെ ഉള്ള ഒരാൾ ഇവിടെ ഉണ്ട്. എനിക്കില്ലാത്ത നിനക്ക് എന്നതാ ഇതൊക്കെ? ഫ്രീക്കും കണ്ടോണ്ട് ഫക്കും പറഞ്ഞോണ്ട് ഫ്രീക്കും കണ്ടോണ്ട് 24 മണിക്കൂറും ഫക്കും ഫ്രീക്കും കേട്ടോണ്ടല്ലേ. പിന്നെ എങ്ങനെയാ നീയൊക്കെ ഒന്ന് ഇതാകുന്നത്? എനിക്കെന്തോ കുഴപ്പം. എന്തോ കുഴപ്പം ഇല്ലാത്തത്? എല്ലാ കുഴപ്പങ്ങളോ? എന്തോ കുഴപ്പം ഇല്ലാത്തത്? എന്നെ ആരും വിളിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പോയി ചാകാനായിട്ട് നോക്കുന്നത്. എന്നെ വിളിക്കുന്നുണ്ട്. നിന്നെ വിളിക്കുന്ന ഓക്കെ. അതാണല്ലോ നിന്റെ വിജയം. അതാണല്ലോ. ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് ഒരെണ്ണം നടത്തുന്നില്ല. ഓക്കെ. തേച്ച് തൂത്തിട്ട് നീ ഒരു ചായക്കകത്ത് ഒരു കുപ്പി ഒരു സ്പൂൺ പഞ്ചസാര നീ കസ്റ്റമർക്ക് നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കൊടുക്കുന്ന മൊത്തം ഞാനല്ലേ. നീ അവിടെ കിടന്നുകൊണ്ട് turn this, open that, you open this ഇതല്ല പറയുന്നവരോ. നീ ആൾക്കാരുടെ മുന്നേ വെച്ച് വീട്ടിലിരുന്നോണ്ടല്ലേ ചെയ്യുന്നത്. അവര് തേച്ച് വനക്കി പോത്തില്ലല്ലോ. എന്റെ വീട്ടിൽ താമസിച്ചിട്ട് ആരും എന്നെ അതുകൊണ്ടല്ലേ ഇവിടെ ഉള്ളവർക്കെല്ലാം നിനക്കൊരു പേരുണ്ടല്ലോ. ഏതായാലും ആ പേര് മാറ്റാനായിട്ടാ ഞാൻ ശ്രമിച്ചത്. പറയുന്നു അവൾക്ക് ഇവിടെ ഒരാള് അപ്പുറത്ത് വെക്കുമ്പോ കാൽ ഇങ്ങനെ വെക്കും. വീട്ടില് ഇഷ്ടംപോലെ ഇരിപ്പുണ്ടല്ലോ. രാവിലെ വിളിക്കും ഊബറിന്. ഇപ്പൊ വണ്ടിയും കൊണ്ട് കൊടുത്തേക്കുവാ. എന്നിട്ട് ചിക്കൻ കറി നല്ല പൂരി കഴിക്കാൻ വാ നോബി. കുളിക്കാൻ നേരത്ത് കേറി വരുവാ. എന്നിട്ട് അവിടെ NBC വാ കാണാൻ കാലം. അത് മാത്രം ഇല്ല. കാലം എവിടെ വെക്കുന്ന നിങ്ങൾ വാരാ. 365 ഏതായാലും ഇത് ഇടയ്ക്കിടയ്ക്കല്ലേ വരത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഡെയിലി ഉണ്ടല്ലോ. ഇന്നലെ ജോലിക്ക് പോയില്ലല്ലോ. ഇപ്പൊ കൊറേ ദിവസമായിട്ട് ജോലിക്ക് പോകുന്നില്ലല്ലോ. അറിയാം. നിങ്ങളുടെ ചോണം തോന്നറിയോ? രാത്രി നൈറ്റ് ഉള്ളപ്പം നീ ഇന്നലെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ട് എന്റെ പട്ടി വിളിക്കൂ എന്നെ. നീ ആദ്യം മാന്യ മര്യാദക്ക് ജീവിക്കുന്ന എന്നിട്ട് കാണിക്കേ. മൂത്ത കൊച്ച് ഇന്ന ഒരാളുടെ, രണ്ടാമത്തെ കൊച്ച് നോബിയുടെ. മനസ്സിലാക്കി എന്റെ കൂടെ ജീവിക്കുക. ഇതാ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാദ്യം. നിനക്ക് തോമസ് ട്രെയിൻ എന്റെ അമ്മയുടെ കിണ്ടി തോമസ് ട്രെയിൻ കൊച്ചുങ്ങളെ തോമസ് ട്രെയിൻ കാണിക്കാണ്ട്. കൊച്ചുണ്ടായപ്പോ പോയി നിരാശപ്പെട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു അതാ പറയേണ്ടത്. ഭാര്യയുടെ രീതി നിക്ക്. ഭാര്യയുടെ രീതി നിക്ക്. ഭാര്യ പിന്നെ ഇപ്പൊ വല്ലവനും വീട്ടിലെ കൊച്ചിനെ ഉണ്ടാക്കി എനിക്കെന്ത് ഉറപ്പാ? നിങ്ങൾ പോ. കൊച്ചിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. കൊച്ചിനും ഉണ്ടാക്കി ഇട്ടേച്ചു. അവള് വലിയ വർത്താനം പറയുന്നത് ഭാര്യയാണ്. ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ രീതി നിക്കണം. ഭാര്യയുടെ രീതി എവിടെയാ നിക്കുന്നത്? വർത്താനം പറയരുത് എന്നോട്. നിനക്ക് നല്ലതല്ല നിശി. ഞാൻ പോകും. നിങ്ങളോട് ഞാൻ ആവുന്ന പറഞ്ഞ എന്നെ കൊണ്ടുപോവാൻ. നിങ്ങൾ കൊണ്ടുപോയില്ല. ഞാൻ എന്റെ കൊച്ചുങ്ങളുടെ ഇത് കളയുന്നില്ല. നിന്റെ കൊച്ചുങ്ങളുടെ സ്റ്റെപ്പ് ഡാഡിയുടെ കൂടെ അല്ല പോകുന്നത്. ഐ ഡോണ്ട് കെയർ. എനിക്ക് നിങ്ങളും നീ ഒറ്റയ്ക്ക് പോകുന്ന അങ്ങനെയാണെങ്കിൽ എന്തിനാ ഒരു പ്രതിമ പോലെ കൊണ്ടുപോകുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു വാ എന്നെ കൊണ്ടോ. ഞാനാണോ നിന്നെ കൊണ്ടുപോണ്ടേ? എന്റെ കൂടെ വരുത്തില്ല. എന്റെ കൂടെ എവിടെയും പിള്ളേരെ കാണിക്കത്തില്ല. ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഞാൻ എന്തിനാ നിനക്ക് ഒരു തടസ്സമായിട്ട് വരുന്നത്? വെളിയിലോട്ട് പോകുമ്പോ ആരെയും നമ്മൾ അന്ന് വന്നപ്പോ ഈനടുത്ത് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നില്ലേ? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബാ നമുക്ക് ഓരോരുത്തടുത്ത്
നിനക്ക് മാത്രമേ ഉള്ളൂ പിള്ളേർ. എനിക്ക് എന്റെ പിള്ളേരെ കൊണ്ട് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പോയി കാണാം. എന്ത് കാര്യം അന്ന് ചൊവ്വാഴ്ചയും തുടങ്ങി എനിക്ക് ചൊവ്വാഴ്ചയും ചെയ്തല്ലേ പറ്റൂ. നീ ആദ്യം എനിക്ക് ഇത്രയും ചെയ്തു തന്നാ മതി. നീ ജെന്യൂൻ ആയിട്ട് ജീവിക്കും. നിങ്ങളോട് ഞാൻ ചോദിച്ചോ? നീ ജെന്യൂൻ ആയിട്ട് ചോദിച്ചോ മനുഷ്യ? ഞാൻ ചോദിച്ചോ? വൃത്തികേട് കാണിക്കരുത്. എന്ത് നമുക്ക് പോവാം. ഇങ്ങനെ വീട്ടിലിരുന്ന് ഞാൻ മടുത്തു. എന്നെ കൊണ്ടുപോ. ഞാൻ നിങ്ങൾ വാ. മമ്മിയും ഡാഡി എന്തോ ചോദിക്കും, നിങ്ങളുടെ അപ്പനും അമ്മയും ചോദിക്കും ബെറ്റ്സിയോട്. ഇതൊക്കെയാണ് വിഷയം. കൊണ്ടുപോകണമെങ്കിൽ നീ പോകുന്നത് നീ പോകുന്നത് ഇത് നേരത്തെ എന്നോട് പറയണം. നേരത്തെ അല്ലെങ്കിൽ ഇപ്പൊ നീ പോകത്തില്ലായിരുന്നു. എന്റെ നിസി, നിനക്കിപ്പോ ഒരു അജണ്ട ഉണ്ട്. നിനക്ക് വ്യക്തമായിട്ട് നിന്റെ കാര്യങ്ങൾ നിനക്കിപ്പം നീ ഇപ്പൊ അവനെ ഇപ്പൊ പിടിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്ന് നിനക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് വണ്ടി എടുക്കുമ്പോ $15,000 അവന്റെ ചോദിക്കാന്ന് പറയുന്നത്. അതിനാണ് ഓരോ കാര്യത്തിനും പഠിക്കാന്ന് പറയുന്നത്. അതെ അതെ, ഭാര്യ നിന്നെ കൊടുത്തല്ലോ. നിങ്ങളുടെ ഭാര്യക്ക് കൊച്ചിന്റെ അമ്മയാന്നും പറഞ്ഞ പിള്ളേരുടെ അമ്മ ആയതുകൊണ്ട് ഞാൻ നിന്റെ വണ്ടിയല്ല കൊടുത്തത്. നീ അവിടെ കൊണ്ട് ഇട്ടു. 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ച പറഞ്ഞു ഇടാനായിട്ട്. അവൾക്ക് ലെക്സസ് എന്തുവാ, ടയോട്ട എന്തുവാ, ഹോണ്ട എന്താന്ന് പറഞ്ഞ അറിയത്തില്ല. അത് നിനക്കായിരിക്കും അറിയുന്നത്. പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് അപ്പൊ തന്നെ കൊണ്ടിടണോ? പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് അപ്പൊ തന്നെ ഞാൻ കൊണ്ടിടണോ? നിങ്ങളോട് പറഞ്ഞു പ്ലീസ് ടേക്ക് മീ. ഹലോ, യാ സ്പീക്കിംഗ്. ആർ യു കോളിംഗ് ഫ്രം? അതെന്റെ ഫോണാ. Yeah, I will deposit it today. How much? 74 cents. That was the minimum payment. Okay. So should I give my debit card number, so can you take it from my account? I'm sorry, I don't understand your question. Yeah, is it any option to pre-authorize the money? I'm sorry, may you repeat the question? I'm sorry, I don't understand it. Just for you to know, we don't take payment over the phone. Capital One doesn't take payment over the phone. Capital One for Costco. Okay, we'll make the payment shortly. Hello? Hi, it's Nissy. Oh. Okay. Okay, Nisi, allow me to, for quality purposes, I have to introduce myself. Okay, which card are you calling about? Capital One, MasterCard, Costco? Okay, my name is Enrique. Yeah. And my Capital One ID number is 112332. ക്യാപിറ്റൽ കാർഡിന്റെ നമ്പർ താ. എനിക്ക് അറിയത്തില്ല, സത്യമായിട്ട് ഞാൻ 100 വട്ടം പറഞ്ഞത് അങ്ങ് അടയ്ക്കാൻ. നിങ്ങൾ എന്നോട് വാക്കും തന്നാ അടയ്ക്കാം. നമ്പർ താ, കയ്യോടെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ അടയ്ക്കാം. ഓക്കെ, എനിക്കിപ്പോ നമ്പർ ഒന്നും ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഇറ്റ്. നിങ്ങൾ പോ ചെല്ല, എനിക്ക് പോണം പ്ലീസ്. നോ, എനിക്ക് ഇതിന്റെ അകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. I told you, I asked you take me. നിനക്ക് എന്റെ പിള്ളേരുടെ കൂടെ നിനക്ക് പോകാൻ പറ്റത്തില്ല. സത്യം പറയാം, നിങ്ങൾ കൊണ്ടുപോയി ആ കൊച്ചിനൊരു എന്തെങ്കിലും ഒന്ന് കാണിക്കുക എടുക്കുകയും ചെയ്തായിരുന്നു ഞാൻ പോത്തില്ല. I will never go. നിന്റെ മെസ്സേജുകൾ കാണിച്ച് എനിക്കതിന് കാണണം. എനിക്ക് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ അജണ്ടയും പ്ലാനും ഉണ്ട്. ഞാനിപ്പോ ഔട്ടായി. എനിക്ക് കാണണം. You can see, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാം അയച്ചു തരാം. എനിക്കിപ്പോ കാണണം. എനിക്ക് ഞാൻ പറഞ്ഞു. നീ അതിന് മുന്നേ നേരത്തെ ഒന്നും പറയത്തില്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ പറയുന്നത്? അല്ല, ഞാൻ നേരത്തെയും പറയായിരുന്നു. എന്നോട് എങ്ങോട്ട് പറയും take that note, take this, take that. അപ്പൊ എന്നോട് പറയും you never listen to me. എന്നോട് പറയുന്ന കാര്യം you never listen to me. You always never take medicine. ഇത് എന്നോട് പറയുന്ന. ഞാൻ അങ്ങോട്ടും പറഞ്ഞു you only take medicine natural എടുക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കാം. നീ അതിന്റെ അകത്തൊന്നും വിചാരിക്കല്ലേ. ഞാനും നീയും സെക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബെഡ് ലിസൺ. ഓക്കെ, ഞാനും നീയും വേണ്ട നീ വേറെ ഇനി അത് വേറെ ആക്കും. ഞാൻ പീഡിപ്പിച്ച് നോക്കും. ഞാനും നീയും ഇങ്ങനെ പറഞ്ഞാൽ മതി, ദൂരെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് അതേ വയത്തിൽ നീ എന്റെ രീതിയിൽ ഞാൻ 3 ദിവസം എനിക്ക് ഞാൻ സത്യമായിട്ട് എടുത്ത എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല. അത് ഒന്ന് എന്റെ കയ്യെത്താ ദൂരത്തല്ല.
ഊബർ വിടുന്നത് എന്തിനാ? നിങ്ങളാ ഫോണിലാക്കി നിനക്കെല്ലാം ഇനി എന്റെ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയക്കത്തില്ല. ഇനി വല്ലവന്റെയും കയ്യിൽ നിന്ന് മൊബൈൽ. എന്നാലും ഞാൻ എന്നെ അയച്ചെന്ന് പറഞ്ഞാൽ നീ ഓൾറെഡി നീയുമായിട്ട് അങ്ങനെ ഒരു ഇതില്ല. എന്ത് മെസ്സേജ് അയച്ചാലും എനിക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. നീ അവനെ അതുപോലെ തന്നെ പറഞ്ഞ് ഇവിടെ തന്നെ നാറ്റിപ്പിക്കുന്നില്ല നീ. ആ ചെറുക്കനെ എന്തെല്ലാം ഇവിടെയുള്ള ലോക്കൽസ് തെറ്റ് പറയുന്ന എന്നെ പറ്റി. നിങ്ങളൊന്നും തെറ്റ് ചെയ്യത്തില്ലേ? ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യത്തില്ല. അത് അതാണ് നിനക്ക് ആ ബോധം വരണ്ടേ. ഞാനാരാ? അപ്പൊ ഞാനാരാ? ആ ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാകണം. എനിക്ക് ആ ഒരൊറ്റ ബോധം മതി. അല്ലാതെ അജണ്ട പറ്റത്തില്ല. ഞാൻ പറയും. എനിക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാം. അത് ആണുങ്ങള്. നീ അങ്ങനെയല്ല. എനിക്ക് ഹോപ്പ് ഉണ്ട്, ഒരു പ്രത്യാശ ഉണ്ട്. നിനക്ക് ഒരു ആളാണോ ഇതിനൊന്നും മെസ്സേജ് പോലും എനിക്ക് ഇങ്ങനെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ഒറ്റ എറിയാൻ. ഇതൊന്നും എനിക്ക് ഇങ്ങനെ കേൾക്കുന്ന പോലും ഇഷ്ടമല്ല. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ഇങ്ങനെയുള്ള വാക്ക് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? കാരണം എന്നാ? ഓടിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിന്റെ എന്ത് പേഴ്സണാലിറ്റിയാ ഇത്? പറയാമോ? ഇത് ശരിക്കും കനേഡിയൻ രീതി തന്നെയാ. വെള്ളക്കാരുടെ ഒരു രീതി. തേച്ചിട്ട് പോകുന്നൊക്കെ പറ. അതേ ക്യാരക്ടർ ഇത്. അവരോട് പറയത്തില്ല. എന്തിനു കിടപ്പ്? എന്ത് കിടപ്പ്? ഒരു കാര്യം ചെയ്യും. പെർമനന്റ് ആയിട്ട് നിക്കാൻ പറ. പെർമനന്റ് ആയിട്ട് നിക്കാൻ പറ. നിനക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നീ ജീവിക്കുക. എന്റെ കാര്യം പോയി. എനിക്കിനിയും നിന്നെ പോലെ അഭിനയിച്ചുകൊണ്ട് എനിക്ക് ഇനി നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിന്റെ അകത്ത് എപ്പോഴും ഇവിടം തൊട്ട് ഇവിടം വരെ. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഇത്ര മാത്രം ഒരു കാര്യം പറഞ്ഞിട്ട് അവൾക്ക് ഇതൊക്കെ കേട്ടുണ്ട്. കഷ്ടം. നിന്റെ സ്നേഹം പ്രീതിപ്പെടുത്താനായിട്ട് അതിനു മുന്നേ പറയുന്ന തന്നെ നീ എന്നോട് പറഞ്ഞ തന്നെ വരും. എന്നോട് നീ കഴിഞ്ഞ 5-6 മാസം മുന്നേ പറഞ്ഞു അല്ലാണ്ട് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പോയപ്പം ഞാൻ സന്തോഷിച്ചു. അതാണ്. ഇപ്പൊ നീ ഇങ്ങനെ വാക്ക് ഇപ്പം സാധാരണ ഇത് അങ്ങനെ ആയാ മതി എന്ന് പറയുന്ന ഒരാള് ഊരിയിട്ടിട്ട് എങ്ങനെയും പോയി എന്തേലും ചേട്ടൻ നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു. ഇപ്പൊ നീ എന്തോ പറഞ്ഞു? എനിക്ക് ലോണിന്റെ കാര്യം സൈൻ ഇട്ട് തരാൻ വേണ്ടി ഞാൻ സോപ്പ് ഇട്ടെന്നേ ഉള്ളൂ. ഇതെന്തിനാ? ഇതെല്ലാം നീ ഓക്കെ. നീ ഈ രീതി പോവാണെങ്കിൽ 40 years നിന്റെ മാക്സിമം. അത് കഴിഞ്ഞ് നീ വേറൊരു ഡിവോഴ്സിലോട്ടോ ഇതിലോട്ടോ നീ പോകും. കാരണം എനിക്ക് ഇത് കണ്ടോണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ ആൻസർ പറ. എന്തുകൊണ്ട് നിങ്ങളോട് വന്ന് ഗിഫ്റ്റിന്റെ കാര്യം പറയുന്നു, തലവേദനയാ, വയ്യ എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഗിഫ്റ്റിന്റെ കാര്യം ഗിഫ്റ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞ് നിങ്ങളെടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു. തലവേദനയാ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, അതായത് എന്തിനാ നിങ്ങളോട് പറയാം? എനിക്കറിയത്തില്ല. നീ ഇത് എന്നാ പറഞ്ഞ കാര്യം? നിങ്ങൾ അതിനനുസരിച്ച് നിക്കുന്നില്ലല്ലോ. നിനക്ക് എന്താ അറിയാം എന്നെ കുറിച്ച്? ഒരു കാര്യം പറയാം. ഞാൻ ഒറ്റ കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയാം. ബെസ്റ്റുന്ന വ്യക്തിക്ക് നിങ്ങൾ മുമ്പിൽ വെച്ച് പറഞ്ഞ ഏറ്റവും മൃഗതരമായ സ്വഭാവം ഇതാണ്. നിങ്ങൾ എന്നെ ധരിപ്പിച്ചത്. എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആക്ട് നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ അപ്പന്റെ അടുത്ത് കരയുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഓഫീസിൽ വെച്ചിട്ട് എനിക്ക് പറ്റത്തില്ല ഡാഡി, എനിക്ക് പറ്റത്തില്ല ഡാഡി എന്നും പറഞ്ഞ് എന്തുമാത്രം നിങ്ങൾ എന്തിനാ ഞാൻ ആൾക്കാരെ ചിരിച്ചോണ്ട് ഞാൻ പോയി കൈ കൊടുത്താന് എനിക്ക് പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ കൊച്ചിനോട് തെറ്റ് ചെയ്തു, ഞാൻ എന്റെ പിള്ളേരോട് തെറ്റ് ചെയ്തു, അവനോട് തെറ്റ് ചെയ്തു, ദൈവത്തോട് തെറ്റ് ചെയ്തു, ബെച്ചിയോട് തെറ്റ് ചെയ്തു. ഇത് എന്റെ മനസ്സിന്റെ അകത്ത് എപ്പോഴും ഞാനാ തെറ്റ് ചെയ്തത്. നിനക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ നിന്റെ ആറ്റിറ്റ്യൂഡ് ഇതല്ലല്ലോ വരുന്നത്. നോ, അങ്ങനെയല്ല. അങ്ങനെ ഡിപ്രസ്ഡ് എന്നല്ല. നീ ഇപ്പോഴല്ലേ മാറിയത്? പെട്ടെന്നുള്ള ഒരു മാറ്റം ഉണ്ടായത്. നീ പറഞ്ഞല്ലോ നിന്നോട് ഇങ്ങനെ നിനക്ക് ഇഷ്ടമല്ലെന്നൊരു ഫീൽ അവൻ ഉണ്ടായിരുന്നു. അതിപ്പോ ഇല്ല. അതുകൊണ്ടല്ലേ വെരി പേഴ്സണൽ കാര്യം. ഒന്ന് കാണിക്കും. ഡോൺ കെയർ എപ്പോഴും അയച്ചെന്ന്. ഡോൺ കെയർ എപ്പോഴും അയച്ചെന്ന് ഡേറ്റ് കാണിച്ച. നിനക്കൊരു കയ്യബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നിക്കണം.
ഞാൻ ഇവിടെ ജീവനോട് ഇരിക്കുമ്പം ഞാൻ നിന്റെ മുന്നിലില്ല എങ്കിൽ നീ പറയുന്നത് ശരിയാ. ഓക്കെ, നോബി ഇല്ല, ഞാൻ ആദ്യത്തെ എന്റെ മുന്നിൽ കൂടെ നീ ഓരോന്നോരോന്ന് കാണിച്ചുകൊണ്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ, ഞാൻ നിന്റെ മുന്നിൽ കൂടെ എന്തെങ്കിലും ചെയ്യാൻ വരുന്നുണ്ടോ? എനിക്കും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണ് പിള്ളേരെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന്. എനിക്കറിയാം. ഞാൻ ഒരു കുറ്റമില്ലാത്തവനായിട്ടല്ല, ഞാൻ അപ്പോഴും എന്നെ അലട്ടും. എങ്ങോട്ട്? എനിക്ക് പേഴ്സണലി കൊണ്ടുപോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ അപ്പനും അമ്മയ്ക്കും പ്രശ്നമില്ലെങ്കിൽ ഡാഡി മമ്മി അറിയാൻ പോകുന്നില്ല. നിന്റെ അപ്പനും അമ്മയ്ക്ക് എന്റെ കൂടെ നിങ്ങളെ കടന്നു വിടാൻ പറ്റത്തില്ലെങ്കിൽ എന്റെ തെറ്റാണോ? നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾ വിളിച്ചോണ്ട് വരുന്നത്. എന്റെ അപ്പനും അമ്മയും വരുത്തില്ല. അവർക്ക് അങ്ങനെയൊന്നും പോവാൻ ഇഷ്ടമല്ല. അവർക്ക് ആകെ കാണുന്ന കുറച്ച് പച്ചപ്പ്, എന്തെങ്കിലും ഗ്രീനറി അവർക്ക് കാണണം. ഗ്രീനറി ആണോ നിനക്ക് വേണ്ടത്? അപ്പൊ തോമസ് ട്രെയിൻ ആണോ വേണ്ടത്? നിങ്ങൾ എന്നെ കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പനെ അമ്മയും വിളിച്ചോണ്ടോ പിള്ളേരെ വിളിച്ചോണ്ടോ. നിന്റെ നയം ഇതുവരെ എനിക്ക് മനസ്സിലാകുന്നില്ല നിസി, സത്യം പറയാ. എനിക്ക് അതുകൊണ്ട് നീ ചുമ്മാ ഓരോന്നിനും വഴക്ക് പിടിക്കുന്നേ. എല്ലാത്തിനും വഴക്ക് വരുന്നതിന്റെ കാര്യം നീ നയമില്ലാത്തൊരു പെണ്ണായതുകൊണ്ട് എല്ലാത്തിന്റെ അകത്തും. നിങ്ങൾ ഇറങ്ങിപ്പോ, എനിക്ക് വയ്യ, എനിക്ക് കൊച്ചിന്റെ സമയമായി. എനിക്കിങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ നിങ്ങളോട് ആവുന്ന പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഇതൊന്നും ശരിയല്ല കേട്ടോ. നിങ്ങളോട് നീ എന്നോടും തെറ്റി, ആ രണ്ട് പിള്ളേരോടും തെറ്റി. ഞാൻ എന്തോ ചെയ്യണ്ടേ? അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കല്ല. നീ ഒന്നും ചെയ്യണ്ട. ഒറ്റ കാര്യം ചെയ്താൽ ഞാൻ നിന്നെ സത്യമായിട്ടും ബോധർ ചെയ്യത്തില്ല. ഞാൻ സത്യമായിട്ടും ദൈവത്തെ പറയാം. എനിക്ക് മനസ്സിന്റെ അകത്ത് നമുക്ക് രണ്ടുപേർക്കും, ഞാൻ എന്റെ വീട്ടിലും പോയി പറയാം, നീ നിന്റെ വീട്ടിലും പറയാം. നമ്മൾ കഴിഞ്ഞു. അതോടെ ആ ക്ലോസ് ചെയ്ത് ചാപ്റ്റർ ക്ലോസ്. നോബി, നീ എന്റെ വീട്ടിൽ വന്ന് പറയാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് വന്നു, എന്താ പറയുക, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് വീട്ടുകാരെയും ഞങ്ങൾ കളിപ്പിച്ചു, രണ്ട് വീട്ടുകാരെയും കളിപ്പിച്ചു. കൊച്ചു നോബിഡിയ. ഞാൻ അന്തസ്സായിട്ട് എനിക്ക് ചെലവിന് തരാനായിട്ടുള്ള ഒരു വകുപ്പ് കിട്ടും അതിൻ്റെ അകത്ത്. എന്റെ മാന്യത അത്, എന്റെ അന്തസ് അത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ വീടുമായിട്ട് നിങ്ങൾക്ക് സഹകരിച്ച് പോകാനൊക്കത്തില്ല. എനിക്ക് പറ്റത്തില്ല. എങ്ങനെ ഞാൻ ഒരാളുടെ കൂടെ ഞാനൊരു പുരുഷനാ. അപ്പോ ആദ്യം നിന്റെ വീട്ടിൽ പോ. നിന്റെ we are together. We go here first because നമ്മൾ തമ്മിലുള്ള first we do that. No, അങ്ങനെയല്ല. ബെഡ്സിയെ വിളിക്കുക, നമുക്ക് എവിടെയെങ്കിലും സംസാരിക്കാം. ബെഡ്സിക്ക് ഒരു 65% എങ്കിലും ബെഡ്സിക്ക് അറിയാം. ഞാൻ അതുപോലെ കെയർ ചെയ്ത് നിന്നെ കെയർ ചെയ്ത് വീട്ടിൽ എപ്പോഴും വഴക്ക് വരുമ്പോൾ 65% പോട്ടെ, 60% അറിയാം. ഞാനും നമ്മൾ തമ്മിൽ സാറ്റർഡേ നമുക്ക് വേണമെങ്കിൽ മീറ്റ് ചെയ്യാം. നീ അതിനൊരു പ്ലാൻ ചെയ്യും. ബട്ട് ഈ സാറ്റർഡേ, ഇന്ന് തൊട്ട് സാറ്റർഡേ വരെ നമ്മൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഇല്ല. സാറ്റർഡേ അനുസരിച്ച് നമ്മൾ മീറ്റ് ചെയ്യും. പിന്നെ എന്തിനാ സാറ്റർഡേ? ഫ്രൈഡേ ചെയ്യും. ഫ്രൈഡേയിലൊക്കത്തില്ല. കൊച്ചിനോട് ഓൾറെഡി കാര്യം പറഞ്ഞിട്ട് നീ അങ്ങ് പൊക്കോ. കാര്യം പറഞ്ഞിട്ട് അങ്ങ് പൊക്കോ. അവിടെ ടൈം ഉണ്ട്. കൊച്ചിനെ മനസ്സിലാക്കിയത്. ബെറ്റ്സി അത് ക്ഷമിക്കുവാണെങ്കിൽ, ബെറ്റ്സി അത് ക്ഷമിച്ച്, ഓക്കെ, നോബിയുടെ കഴിവിൽ അറിവില്ലായ്മ അത് ബെറ്റ്സി അത് ക്ഷമിച്ചുവാണെങ്കിൽ, ഞാൻ നിന്നോട് ക്ഷമിച്ച് നിന്റെ കൂടെ സഹകരിക്കുവാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. പക്ഷെ നിനക്ക് നീ പറയുന്ന പൈസ ഞാൻ ചെലവിന് ഞാൻ തരും. നീ പറയുന്ന പൈസ സാറ്റർഡേ എങ്ങനെയാ നീ പ്ലാൻ? ലൊക്കേഷൻ ഓൺ ആക്കാം. നിങ്ങൾക്ക് എല്ലാ രീതിയിലും അറിയാം. wherever I am, ഞാൻ ഫോൺ സ്റ്റേ ചെയ്യണമെങ്കിൽ I will do that too. I have no problem. പക്ഷെ ഞാൻ ആ കൊച്ചിന്റെ മനസ്സിൽ ഞാനല്ല പറയുന്നത്, ആ മനുഷ്യനാ പറഞ്ഞു കൊടുത്തത്. ആ മനുഷ്യൻ അത് എക്സൈറ്റഡ് ആയിട്ടിരിക്കും. നിനക്കപ്പോ ആ മനുഷ്യനോട് നിന്റെ അമ്മമ്മി വരുന്നുണ്ടോ? നിന്റെ പപ്പ വരുന്നുണ്ടോ? നീ ഉറപ്പാണോ പറയുന്നത്? നീ മാർക്കറ്റ് പോയതിന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ പപ്പ എല്ലാരും കൂടെ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. നിന്റെ അപ്പനും അമ്മയും എന്റെ കൊച്ചിനെ നീ എന്നോട് പറഞ്ഞു ഇന്നലെ എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും ഇങ്ങനെ പൊക്കി വെച്ചോണ്ടായിരിക്കുന്നേ. പപ്പ വരും. ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ജീവിതത്തിൽ അവരെന്നെ തനി എങ്ങും എടുത്തില്ല. ബാൻഫി പോകേണ്ട കാര്യം പറഞ്ഞ് സംസാരിച്ചപ്പം പോകുന്നില്ല. I'm just saying. ബാൻഫിൽ ഓൾറെഡി പപ്പയോട് പറഞ്ഞപ്പം നീ എനിക്കൊരു ഉപകാരം ചെയ്യും. എല്ലാ കോൺവെർസേഷനും എനിക്ക് അയക്കും. ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്താ അയക്കാത്ത? അതിനുശേഷം ഞാൻ നീ സെക്സ് ചെയ്തോ? ഞാൻ വെറും ഒരു കോപ്പനല്ലല്ലോ. ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കിയാൽ മതി. ഞാൻ നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിട്ടുണ്ടോ നോക്കിയാൽ മതി. എന്നോട്
നിങ്ങളോട് സംസാരിച്ചു, ഇന്നാർ എന്നെ മെസ്സേജ് ചെയ്തു, ഞാൻ ഇന്നാരുടെ സ്റ്റാറ്റസ് മെസ്സേജ് ചെയ്തു, നിങ്ങളും കൂടെ ഒന്ന് ട്രാൻസ്പെറന്റ് ആയി. എനിക്ക് ഒരു കുഴപ്പമില്ല സ്ക്രീൻഷോട്ട് അയക്കാൻ. നിങ്ങളും കൂടെ ഒന്ന് ട്രാൻസ്പെറന്റ് ആയി. ഞാൻ ഇന്നാരുടെ മെസ്സേജ് ചെയ്തു, ഞാൻ ഇന്നാരുടെ വാട്സാപ്പിൽ ഞാൻ സ്റ്റാറ്റസ് അയച്ചു, അല്ലെങ്കിൽ ഇന്നാർ എന്നെ മെസ്സേജ് ചെയ്തു എന്നൊന്ന് പറഞ്ഞാൽ മതി. നീ ഇപ്പൊ എന്നെ ഇപ്പൊ ചെയ്ത എന്നാ, നീ കുറെ ആൾക്കാരുടെ ബ്ലോക്ക് ചെയ്തല്ലോ ഇപ്പൊ എന്റെ ഇതില് വാട്സാപ്പില്. നീ അതുപോലെ ചെയ്. നീ അതുപോലെ ചെയ്. എനിക്കിപ്പൊ ചെയ്യണം. നിന്റെ കൺമുമ്പിലെ ഞാൻ ചെയ്തത്. എനിക്കറിയത്തില്ല ചെയ്തോ ഇല്ലയോ, ഞാൻ കണ്ടില്ല. നീ ഓൾറെഡി ഞാൻ ഫേസ്ബുക്കിലാ. അതും 10-60 പേര് മീരയുടെ പേരാണ്. അതൊന്നെല്ലാം നമ്മൾ ചെയ്തോ എന്നും പറഞ്ഞ് എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു. ഇന്നലെ വന്ന ഫോൺ എന്ത് ഇന്നലെ വന്ന ഒരു മിസ് കോൾ ഉണ്ടായിരുന്നല്ലോ. വീഡിയോ ഇല്ല, മിസ് കോൾ എടുത്താൽ മതി. ഓക്കെ, ഇത് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ആരൊക്കെ വിളിച്ച് ഔട്ട് ഗോയിങ് ഇൻകമിങ് ബ്ലോക്ക് അല്ല ബ്ലോക്ക്. നീ ഞാൻ അങ്ങനെ ആരും വെച്ചോണ്ടിരിക്കുന്നില്ലല്ലോ. ഞാൻ ആരും ഇങ്ങനെ ഞാൻ സ്റ്റാഫിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഓക്കെ, ഇൻകമിങ് ഔട്ട് ഗോയിങ് എപ്പോഴൊക്കെയാ വിളിച്ചേ? ഇങ്ങോട്ട് വിളിച്ചു. എത്ര നേരം വിളിച്ചു? 4 minutes 4 minutes and 4 seconds. ഇങ്ങോട്ട് വിളിച്ചതോ 6 minutes. നിനക്ക് എന്നെ ഇത്രമാത്രം സംസാരിക്കാനുള്ള? വീഡിയോ കോൾ എപ്പോഴാ? നിനക്ക് നീ അതുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ ഇൻകമിങ്. ഇത് എപ്പോഴായിരുന്നു? അവനെ ബ്ലോക്ക് ചെയ്യും. കാണിക്ക, എന്നെ ബ്ലോക്ക് ചെയ്ത് കാണിക്ക. ഓക്കെ, മെസ്സേജ് എടുക്കിനി. മെസ്സേജ് എടുക്ക, അവന്റെ മെസ്സേജിന് എടുക്ക. നിനക്ക് അതുകൊണ്ടാ അവന്റെ മെസ്സേജുകള്. ഹാപ്പി താങ്ക്സ് ഗിവിംഗ് എന്ന വാക്ക് ഇന്ന് പറഞ്ഞാലും അതിന് വിലയുണ്ടെന്ന് അറിയാം. ഇന്നലെ മാത്രമല്ല, ഇത് ഓൾറെഡി നമ്മൾ കേട്ടതാ. നല്ലൊരു സുഹൃത്തായി ഹൗ ആർ യു ലേഡി? എന്റെ സന്തോഷത്തിലും എന്റെ ദുഃഖത്തിലും കൂടെ നിന്നേന് നെസിമോക്ക് എല്ലാവിധ താങ്ക്സുകളും റിഗാർഡ്സുകളും ഞാൻ നേരുന്നു. കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. അപ്പൊ നിങ്ങൾ സന്തോഷമായിരിക്കും വിശ്വസിക്കുന്നു. അതെന്താ കാണിക്കാത്തെ? കേക്കട്ടെ മെസ്സേജ് കേക്കട്ടെ. കൊച്ചിപ്പോ കരഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് നീ ഇതുകൊണ്ടാണ് എന്നെ തെറ്റിദ്ധരിക്കുന്നത് മനസ്സിലായി. കേക്കട്ടെ. ഇവിടെ ഇന്ന് കേക്കണം. നിങ്ങളും കാണിക്ക് കുറച്ച്. ഞാൻ ആകെ കണ്ടത് മീരയുടെയാ. എനിക്ക് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. യു ഹാവ് ടു ഷോ മീ. യു സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞില്ലേ? എന്നത്തേക്കാ? അതാ പറഞ്ഞേ, എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വന്നേക്കുവാ. എന്നിട്ട് ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്യാതെ എന്റെ ഓണസ്റ്റിക്ക് ഞാൻ വെച്ചേക്കുമ്പോ നിങ്ങൾക്ക് എല്ലാം കാണണം. ഐ വാണ്ട് ടു സീ ബെറ്റ്സീസ് ലോങ് മെസ്സേജസ് ഒക്കെ. എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നിനക്ക് ഏതായാലും ഇത്രയും കണ്ടല്ലോ. ലെറ്റ് മീ സീ. 5 മിനിറ്റ് എന്റെ ഫോൺ കണ്ടു. ഇനി 5 മിനിറ്റ് നിങ്ങളുടെ ഫോൺ കാണിക്കുക. ഇനി എല്ലാം ഡിലീറ്റ് ചെയ്യ്. ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. ഇങ്ങനെ നോക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല ഇത് ഏതിന്റെ അകത്ത് കിടക്കുന്നേ, ഒന്നും എനിക്ക് അറിയത്തില്ല. കഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ രീതി ഓരോ മീരയുടെ ബാക്കിയുള്ള നമ്പേഴ്സും കൂടെ ഡിലീറ്റ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. ഏതാ നീ ഡിസ്ട്രാക്ട് ചെയ്തില്ലേ? ഞാനിപ്പോ ഒരു പണ്ടത്തരം കാണിച്ചു. നീ ഇപ്പൊ എന്താണ്ട് ചെയ്തപ്പോ എല്ലാം കൂടെ എന്തൊക്കെയോ ഇതായി പോയി. എനിക്കിപ്പോ വാട്സപ്പ് കാണുന്നില്ല. നിങ്ങൾ എന്നെ കളിപ്പിക്കാതെ ദയവ് ചെയ്ത്. എനിക്ക് ഒരു റൂള്, നിങ്ങൾക്ക് വേറൊരു റീൽ. എന്തിനാ? ഒന്നാമനെ ബിസിനസ്സിലോട്ട് മാറിയപ്പോ എന്തോ ബെഡ്ഷീറ്റ് സ്പെല്ലിംഗ് തന്നെ ഇന്ന് വിളിച്ചതാ. സെപ്റ്റംബർ 21. ഇപ്പൊ അങ്ങനെ മെസ്സേജ് ഇല്ല സത്യം പറഞ്ഞ. ഇതെന്താ ഇങ്ങനെ? ഇല്ല ഇപ്പൊ ഇതെന്താ ഇങ്ങനെ മെസ്സേജ് ഇല്ല? ഇതെന്താ ഇങ്ങനെ? എനിക്ക് ഒന്നാ ഡിലീറ്റ് ചെയ്ത പോരെ? ഏത്? ഞാൻ എന്റെ എല്ലാം മൊത്തം കാണണം. നിനക്ക് എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് നിസി. അതുകൊണ്ട് നീ ഇങ്ങനെ പെട്ടെന്ന് കരച്ചിടും. മെസ്സേജസ് ഇല്ലാത്തെ നിസി ഞാൻ കാണിച്ചതല്ലേ ബാക്കിയുള്ള മെസ്സേജസ്. നിസി ഞാൻ ഇതിൽ ബിസിനസ്സിലോട്ട് മാറിയപ്പോ എനിക്ക് നിനക്ക് എന്തോ കുറ്റമുണ്ട്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ കിടന്നോണ്ട് നിനക്ക് പെട്ടെന്ന് ഇതാകുന്നു. എനിക്കില്ല നിസി. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം. നീ നിന്റെ നിക്ക് ഒരു കാര്യം ചെയ്യും. വാട്സപ്പ് ഒരെണ്ണം കൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്റെ 647 അതും എടുത്തോ, എല്ലാം എടുത്തോ. അപ്പൊ അറിയാലോ നിനക്ക് വരുന്നുണ്ട്. ഏതാ ബെഡ്സി നിസി? ഇതായി വിളിച്ചിട്ട് വണ്ടി കിട്ടിയതിന് ശേഷം, വണ്ടിയിൽ പോവാന്നതിന് ശേഷം ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. സത്യ ദൈവ സാക്ഷ്യം. പിള്ളേരെ കൊണ്ടുവിടണം. അപ്പന്റെ കാര്യമുണ്ട്, അമ്മയുടെ കാര്യം എന്തെങ്കിലും കാണും. നിസി ബെഡ്സിയും ഡാഡിയും ആയിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി സംസാരിക്കുന്നേ. എന്നെ ഇങ്ങോട്ട് വിളിക്കും. ബെഡ്സി പപ്പ എന്നെ ഇങ്ങോട്ട് വിളിക്കും.
ഒരു മെസ്സേജും ഇല്ലാന്ന് പറഞ്ഞു. എങ്ങനെയാ മനുഷ്യൻ എന്നെ ഇത്രയും പൊട്ടിക്കളിപ്പിക്കുന്നേ? നിസി, സത്യമായിട്ട് നീ ഇപ്പൊ ചെയ്യുമ്പോഴാ ഇതൊക്കെ ഞാൻ കാണുന്നേ. അവിടെ ബെച്ചിയുടെ കാര്യം ഞാൻ ലെക്സസ് വന്നപ്പോ ഞാൻ ബെച്ചിയുടെ കോൺവെർസേഷൻ ചെയ്യാൻ പറഞ്ഞത് ഇപ്പം ഇത് കൂടുതൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. 2-3 മെസ്സേജസ് കഴിഞ്ഞ ദിവസം ഞാൻ ലെക്സസ് കൊണ്ടുവന്നു അവിടെ വന്നപ്പം നിങ്ങളോട് സംസാരിക്കാൻ അപ്പൊ ഇത് കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ എന്താ അതും ഇല്ലാത്ത? എന്റെ പൊന്നുമോളെ, എനിക്ക് ഒന്നും മറക്കാനായിട്ടില്ല. നിനക്ക് മറക്കാൻ ഇപ്പഴേ ഉള്ളൂ. ഇതിപ്പോ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയിന്ന് പറഞ്ഞാൽ പോലെ എന്താണെന്നറിയാം അവര് നിസിക്ക് മറക്കാനുള്ളത് കൊണ്ടാ നീ ഇങ്ങനെ കരയുന്നതും പെട്ടെന്ന് അവനുമായിട്ടുള്ള മെസ്സേജ്. എന്റെ മെസ്സേജസ് ലോങ് ടൈം അഗോ തൊട്ടുള്ളതുണ്ട്, സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾക്ക് വരുമ്പോ ക്ലിയർ. ഇതെങ്ങനെ ഫെയർ? എങ്ങനെ ഫെയർ? എനിക്കൊന്നും മനസ്സിലായി. ഇതിന് മുമ്പേ ഞാൻ അവിടെ ലേക്ക് കൊച്ചി വന്നപ്പോ ഞാൻ ചോദിച്ചു ബെച്ചിയുടെ ഇത് കാണിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോ 2-3-4 വോയിസ് മെസ്സേജസ് ഉണ്ടായിരുന്നു. എപ്പോഴത്തെ കാര്യം പറയുന്നത്? ഈ ഇടയ്ക്ക് ഞാൻ അവിടെ വന്നപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു, അപ്പൊ നിങ്ങൾ ആ സൈഡിൽ എന്നെ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞപ്പോ ഒരു 3-4 ലൈക്ക് ഒരു 2-3 വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലും ഇല്ല. അതെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കും. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്